യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം. രണ്ടാമത്തെ നറുക്ക് ഷിമെയോന് കുടുംബമായി ഇസ്രായേൽ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യെഹൂദാ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബർഷേബ, ഷേബ, മോലാദ, ഹസർ ഷൂവാൽ, ബാല, ഏസം, എൽത്തോലദ്, ബെതൂൽ, ഹൊർമ, സിക്ലാഗ്, ബേത്ത് മർക്കാബോത്ത്, ഹസർ സൂസ, ബേത്ത് ലബായോത്ത്, ഷാരൂഹൻ, ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, അയീൻ, ടിമ്മോൻ, ഏദർ, ആശാൻ, ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേദേശത്തിലെ രാമ എന്ന ബാലത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഷിമെയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഷിമെയോൻ മക്കളുടെ അവകാശം യെഹൂദാ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യെഹൂദാ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിനിടെ ഷിമെയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിർ സാരീദ് വരെയായിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദബേശത്ത് വരെ ചെന്ന് യൊക്നെയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു. സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിൻ്റെ നേരെ കിസ്ലോത്ത് താബോരിൻ്റെ അതിലേക്ക് തിരിഞ്ഞ് ദാബരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫറിലേക്കും ഏത്ത് കാസിനിലേക്കും കടന്ന് നെയ്യ വരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാദോൻ്റെ വടക്കുവശത്ത് തിരിഞ്ഞ് ഇബ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൻ, ഇദല, ബേത്ത് ലേഹിം മുതലായ 12 പട്ടണം അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് ഇസ്സാഖാരിന് കുടുംബമായി ഇസ്രായേൽ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രായേൽ, കെസുല്ലോത്ത്, ഷൂനേം, ഹഫാരയും, ഷിയോൻ, അനാഹരാത്ത്, രബീത്ത്, കിഷ്യോൻ, ഏബസ്, രേമത്ത്, ഏൻഗന്ന, ബേത്ത് ബാസസ് എന്നിവയായിരുന്നു. അവരുടെ അതിർ താബൂർ, ഷഹ, സൂമ, ബേത്ത് ഷേമഷ് എന്നിവയിലെത്തി യോർദാങ്കിൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസ്സാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേദൻ, അക്ഷാഫ്, അല്ലമേലേക്ക്, അമാദ്, മിഷാൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മേലും ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. സൂര്യോദയത്തിൻ്റെ നേരെ ബേത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലൂനിലും ബേത്ത് ഏമേക്കിലും നെയ്യേലിലും ഇബ്താഹ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ, ഹെബ്രോൻ, രഹോബ്, ഹമ്മേൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോറിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്ക്, രഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവയുടെ അതിർ ഹേലഫും സാനന്നീമിലെ കരുമേലവും തുടങ്ങി അദാമി, നെക്കേബിലും യപ്നോലിലും കൂടി ലക്കും വരെ ചെന്ന് യോർദാങ്കിൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് ഹസ്തനോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോഗിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സെബൂലൂനോടും പടിഞ്ഞാറ് വശത്ത് ആശീരിനോടും കിഴക്ക് വശത്ത് യോർദാൻ യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിത്തീം, സേർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നരേത്ത്, അദമ, രാമ, ഹാസോർ, കേദശ്, അദ്രി, ഏൻ ഹസോർ, ഇരോൻ, മിഗ്ദൽ, ഏൽ, ഹരോം, ബേത്തനാത്ത്, ബേത്ത് ഷേമഷ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശദേശം സൊര, എസ്തായോൽ, ഈർ, ഷേമഷ്, ഷാലബീൻ, അയാലോൻ, ഇത്ല, ഏലോൻ, തിംന, എക്രോൻ, എൽത്തക്കെ, ഗിപ്പത്തോൻ, ബാലാത്ത്, ഇഹൂദ്, ബെനോ, ബെരാക്ക്, ഗത്ത്, റിമ്മോൻ, മെയർക്കോൻ, രക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലേമേശിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ വൈത്തലയിൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു. ലേശമിന് തങ്ങളുടെ അപ്പനായി ദാൻ്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂൻ്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായ എഫ്രൈം മലനാട്ടിലെ തിമ്നത്ത് സേരഹ് അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിതവിടെ പാർത്തു. ഇവ പുരോഹിതനായ ഏലയാസറും നൂൻ്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു.